പോണ്ടിച്ചേരി വ്ളോഗാണ് കേട്ടോ. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ PG പഠിച്ചത് ഇവിടെയാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള വരവാണിത്. ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. ഇതാണ് പോൺലൈറ്റ്. നമ്മുടെ ചായകുടിയും ചെറിയ ചെറിയ സാധനമൊക്കെ വാങ്ങാൻ ഇവിടെയാണ് വരാറ്. ലേഡീസ് ജിമ്മാണ്. കാര്യമായിട്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം, എൻ്റെ ഹോസ്റ്റൽ. ഞാൻ കണ്ണകി C ബ്ലോക്കിലായിരുന്നു. 2023 ഇതിൻ്റെ മൊത്തം പണി കഴിഞ്ഞ് ഇത് ആദ്യമായിട്ട് ഓപ്പണാക്കി തന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളാണ് ഇവിടുത്തെ ആദ്യത്തെ അന്തേവാസികൾ. കുറേ നല്ല ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് പിന്നെ പുതുതായി വന്നിട്ടുള്ള ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഇത് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഏരിയ ആണ്. യൂണിവേഴ്സിറ്റിയിൽ മൊത്തം ഒരു 9 ഗേൾസ് ഹോസ്റ്റലും പിന്നെ ഒരു 13ൻ്റെ അടുത്ത ബോയ്സ് ഹോസ്റ്റലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് ടാഗോർ ഹോസ്റ്റൽ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സൊക്കെ സെക്കൻഡ് ഇയർ ഇവിടെ ആട്ടോ താമസിച്ചത്. ഇത് ബോയ്സിൻ്റെ അമുദം മെസ് സെക്കൻഡ് ഇയേഴ്സിനാണ്. ഇതേപോലെ ഫസ്റ്റ് ഇയേഴ്സിന് അന്നപൂർണ്ണ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെസ്സ് ഇവിടെ ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം വലിയൊരു ഏരിയ ഉള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. ഈ വരുന്ന ട്രാക്ടറിലാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യണത്. ഇടയ്ക്ക് ബസ് കിട്ടാത്തപ്പോൾ പിള്ളേർ ഇതിലൊക്കെ ലിഫ്റ്റ് അടിച്ച് പോകാറുണ്ട്. നല്ല രസമാണ് കാണാൻ. യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള SJ ക്യാമ്പസാണിത്. ഈ ബിൽഡിംഗ് മൊത്തം 2 സർക്കിൾ ഷേപ്പിലാട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സർക്കിൾ ഷേപ്പാണ്. അത്രയ്ക്കല്ലേ യൂണിവേഴ്സിറ്റി വിശേഷങ്ങൾ. നെക്സ്റ്റ് നമ്മുടെ ഒരു മെയിൻ താവളമാണ് ഈ ഓറോവിൽ ബേക്കറി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന്. ഓറോവിൽ ബേക്കറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഓറോവിലുള്ളൊരു അടിപൊളി ഫുഡ് സ്പോട്ടാണ്. ഈവനിങ് 5 o'clock വരെ ഉള്ളൂ കേട്ടോ. അതേപോലെ സൺഡേസ് അവധിയാണ്. പിന്നെ പോണ്ടിച്ചേരിയിലുള്ള ബാക്കി കഫേസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓറോവിൽ ബേക്കറി കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഐറ്റം വാങ്ങിയാൽ തന്നെ 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് സാധനങ്ങൾ. ഇവിടുത്തെ എസ്കലോപ്പാണ് നമ്മളുടെ മെയിൻ ഐറ്റം. നമ്മളെപ്പോഴും കഴിക്കാറുണ്ട്. അതേപോലെ ബേക്കറിയിലെ ഐറ്റംസ് നല്ലതാണ്, കൊമ്പുച്ച നല്ലതാണ്, പിന്നെ വന്നിരിക്കാനും നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അത്രയുള്ള പോണ്ടിച്ചേരി വിശേഷങ്ങൾ. ഈ വട്ടം നമ്മളങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ചിരിച്ച് കളിച്ച് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയി പോയത്. കുറേ നല്ല ഓർമ്മകൾ തന്ന സ്ഥലമാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് ഈ ഭംഗിയുള്ള ഒരു ആകാശം കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.